നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ആരും കാണില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ. അവരുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ വലിയ കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാകാം. എന്നാൽ ഇതിനൊരു സഹായമായി സർക്കാർ കൊണ്ടുവന്ന ഒരു നല്ല സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന അഥവാ SSY. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് തുടങ്ങിയത്. പെൺകുട്ടികളുടെ സാമ്പത്തിക ഭാവിക്കും അവർക്ക് ഒരു സാമ്പത്തിക സുരക്ഷ നൽകാനും വേണ്ടിയുള്ള ഒരു ചെറിയ നിക്ഷേപമാണിത്. ഈ പദ്ധതിക്ക് ഇപ്പോൾ വർഷം 8.2% പലിശ കിട്ടുന്നുണ്ട്. പലിശ കണക്കാക്കുന്നതും അക്കൗണ്ടിൽ ചേർക്കുന്നതും വർഷാവസാനമാണ്. അതായത് 2025 ജൂലൈ 1 മുതൽ തുടങ്ങിയ 2025-26 സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിലും ഇതേ 8.2% പലിശ തന്നെയായിരിക്കും ലഭിക്കുക. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ നോക്കാം. 10 വയസ്സ് പൂർത്തിയാക്കാത്ത പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. അവരുടെ പേരിൽ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാവിനോ അക്കൗണ്ട് തുറക്കാം. ഒരു പെൺകുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ കഴിയൂ. അംഗീകാരമുള്ള ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ അക്കൗണ്ട് തുടങ്ങാം. ഒരു വർഷം കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1.5 ലക്ഷം രൂപ വരെ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. 50 രൂപയുടെ ഗുണിതങ്ങളായി നിക്ഷേപം നടത്താം. തുടർച്ചയായി 15 വർഷം നിക്ഷേപം നടത്തണം. എന്നാൽ അക്കൗണ്ടിന്റെ കാലാവധി 21 വർഷമാണ്. 15 വർഷത്തിനു ശേഷം പണം അടച്ചില്ലെങ്കിലും 21 വർഷം വരെ അക്കൗണ്ടിലുള്ള തുകയ്ക്ക് പലിശ ലഭിച്ചുകൊണ്ടിരിക്കും. പലിശ നിരക്ക് ഓരോ 3 മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ മാറ്റാറുണ്ട്. നിലവിലിത് 8.2%. പലിശ കണക്കാക്കുന്നത് ഓരോ മാസവും 5-ാം തീയതിക്കും അവസാന ദിവസത്തിനും ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ ബാലൻസിലാണ്. പലിശ എല്ലാ വർഷവും അക്കൗണ്ടിൽ ചേർക്കും. SSYയുടെ മറ്റൊരു പ്രധാന ഗുണം നികുതി ഇളവുകളാണ്. ഇതിനെ ഒരു EEE പദ്ധതി എന്ന് പറയും. ഓരോ വർഷം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C അനുസരിച്ച് 1.5 ലക്ഷം രൂപ വരെ നികുതി കിഴിവ് കിട്ടും. അക്കൗണ്ടിൽ ലഭിക്കുന്ന പലിശയ്ക്ക് നികുതി നൽകേണ്ടതില്ല. പദ്ധതിയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ തിരികെ കിട്ടുന്ന തുകയ്ക്കും നികുതിയില്ല. എപ്പോൾ എങ്ങനെ പണം പിൻവലിക്കാം എന്ന് നോക്കാം. പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുമ്പോഴോ 10ാം ക്ലാസ് പൂർത്തിയാകുമ്പോഴോ പഠനാവശ്യങ്ങൾക്കായി അക്കൗണ്ടിലുള്ള പണത്തിന്റെ 50% വരെ പിൻവലിക്കാൻ അനുവാദമുണ്ട്. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായ ശേഷം വിവാഹ ആവശ്യങ്ങൾക്കായും ചില നിബന്ധനകളോടെ നേരത്തെ പണം എടുക്കാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ ആണ് പണം എടുക്കുന്നതെങ്കിൽ അതിന്റെ തെളിവുകൾ കാണിക്കേണ്ടി വരും. SSY അക്കൗണ്ട് തുടങ്ങുന്നത് വളരെ എളുപ്പമാണ്. അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ ബാങ്ക് ബ്രാഞ്ചിലോ നേരിട്ട് പോവുക. അക്കൗണ്ട് തുറക്കാനുള്ള ഫോം വാങ്ങി പൂരിപ്പിക്കുക. പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, രക്ഷിതാവിന്റെ തിരിച്ചറിയൽ രേഖ, അഡ്രസ് പ്രൂഫ് കൂടാതെ ആവശ്യമെങ്കിൽ മറ്റ് രേഖകൾ, ഉദാഹരണത്തിന് ഇരട്ട കുട്ടികളാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കുക. ആദ്യത്തെ നിക്ഷേപം നടത്തുക. കുറഞ്ഞത് 250 രൂപ അക്കൗണ്ട് തുറന്നതിന്റെ പാസ്ബുക്ക് നിങ്ങൾക്ക് ലഭിക്കും. IPPB പോലുള്ള മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് SSY അക്കൗണ്ടിലേക്ക് ഓൺലൈനായി പണം അടയ്ക്കാനും സൗകര്യമുണ്ട്. ആവശ്യമെങ്കിൽ ഈ അക്കൗണ്ട് ഇന്ത്യയിലെ ഏത് പോസ്റ്റ് ഓഫീസിലേക്കോ ബാങ്കിലേക്കോ സൗജന്യമായി മാറ്റാൻ സാധിക്കും. മറ്റു കാരണങ്ങളാൽ മാറ്റണമെങ്കിൽ ചെറിയൊരു ഫീസ് കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഭാവിയിലെ വലിയ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്താൻ വളരെ സുരക്ഷിതവും നല്ല പലിശയും നികുതി ഇളവുകളും നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് വളരെ നല്ലതാണ്. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിവരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതൊരു സാമ്പത്തിക ഉപദേശമായി കാണരുത്. ഏതെങ്കിലും നിക്ഷേപം ചെയ്യുന്നതിന് മുൻപ് സ്വയം കാര്യങ്ങൾ പഠിക്കാനും ആവശ്യമെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ അറിയുന്ന ഒരാളോട് ചോദിക്കാനും ഓർക്കുക. സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഏത് സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് താഴെ കമന്റിൽ ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.